നമുക്കൊരു നല്ല ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്താലോ? നമ്മൾക്ക് എല്ലാം നമ്മൾ ആദ്യം നമ്മൾ പഠിക്കണമെന്ന് വെച്ചിട്ട് മെത്തേഡുകൾ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ ബുദ്ധി അനുസരിച്ച് ചിന്തിച്ച് നമുക്ക് ഒരുപാട് പാറ്റേൺസ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തയ്ച്ച് കൊടുത്തില്ലെങ്കിലും നമ്മുടെ സ്വന്തം ഡ്രസ്സുകളെങ്കിലും നമുക്ക് ഉപയോഗിക്കാനുള്ള നമ്മളുടെ ഉപയോഗത്തിനുള്ളതെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാം. അത് നമ്മളൊരു എയിമാക്കി എടുക്കണം, ഒരു വാശിയാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. യേശുദാസ് പറയുന്ന മാതിരി സംഗീതം എന്ന് പറഞ്ഞാൽ വലിയൊരു സാഗരമാണ്, അതിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നൊരു കുട്ടിയാണ് ഞാനിപ്പോഴെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കൈത്തൊഴിലുകളും. നമ്മളത് കുറച്ച് അതിൻ്റെ ആ മെത്തേഡുകൾ നമ്മൾ പഠിക്കും. പിന്നെ നമ്മളെല്ലാം നമ്മുടെ സ്വന്തം നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു നെക്ക് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഷോൾഡറിൻ്റെ ഇങ്ങോട്ട് ഇവിടുന്ന് ഒരു 11 ഇഞ്ച് ഇറക്കം കൊടുക്കാം. എന്നിട്ട് ഒരു 4 ഇഞ്ച് ഇവിടെ വൈഡ് കൊടുക്കണം. ഷോൾഡറിൻ്റെ അവിടെ ഒരു 2.5 ഇഞ്ച് വൈഡ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ 2.5 ഇഞ്ചിൽ നിന്ന് ഈ 4 ഇഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ചുരിദാറിലും ബ്ലൗസിലും ഒക്കെ വെക്കണം പാടാണ്. അത് നമ്മളത് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ വരയുടെ ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിങ്ങനെ വരച്ചു കൊടുക്കുക. അതിനിങ്ങനെ വളച്ച് ഈ പോയിന്റിലേക്ക് കൊടുക്കുക. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കഴുത്ത് എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ? ഇത് ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ മറ്റേ നല്ല പീസ് ബ്ലൗസിൻ്റെ നല്ല പീസ് വെച്ച് അടിച്ചിട്ട് ഇത് മൊത്തം പൈപ്പിംഗ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നു. ആ വള്ളി ഇങ്ങനെ താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇതൊരു നല്ല നെക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ നമുക്ക് കഴുത്ത് ഇറങ്ങിപ്പോകാതെ ഇവിടെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന കഴുത്ത് അകന്നു പോകുന്ന ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്. അതെങ്ങനെയാണ് നാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.